ആകാശവാണി. നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ തലസ്ഥാനവും പോരാട്ട ചൂടിലായി. തിരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച അന്നുതന്നെ സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിലായി UDFും NDAയും സഖ്യകക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ ജില്ലയിലെ 13 സീറ്റുകളിലും വിജയിച്ച LDF 11 നിലവിലെ MLAമാരെ തന്നെ വീണ്ടും കളത്തിലിറക്കുകയാണ്. CPMന്റെ 10 MLAമാരാണ് ജില്ലയിൽ ജനവിധി തേടുന്നത്. CPIയുടെ 2 സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്ത് മത്സരരംഗത്തുണ്ട്. UDFിൽ 13 മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരളത്തിന്റെ തലസ്ഥാന ജില്ലയും ഭരണസിരാ കേന്ദ്രവുമായ തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു കഴിഞ്ഞു. 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിൽ ഉള്ളത്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, കാട്ടാക്കട എന്നിവയാണ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF തുടർഭരണം നേടിയപ്പോൾ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 13ഉം LDFിനൊപ്പം നിന്നു. കോവളം മാത്രമാണ് UDFിന് നേടാനായത്. 2021 തിരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായിരുന്നു. 2021 വർക്കലയിൽ LDFിന്റെ വി ജോയി 17,821 വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ ആറ്റിങ്ങലിൽ LDFിന്റെ OS അംബിക 31,636 വോട്ടുകൾക്കാണ് ജയം സ്വന്തമാക്കിയത്. വർക്കലയിൽ UDFിന്റെ BRM ഷഫീറും ആറ്റിങ്ങലിൽ NDAയുടെ P സുധീറുമാണ് രണ്ടാമതെത്തിയത്. വർക്കലയിലെ പോളിംഗ് ശതമാനം 71.95ഉം ആറ്റിങ്ങലിലെ പോളിംഗ് ശതമാനം 72.88ഉമായിരുന്നു. ചിറയൻകീഴിൽ LDFിന്റെ വി ശശി 14,017 വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ നെടുമങ്ങാട് GR അനിലിന്റെ ജയം 23,309 വോട്ടുകൾക്കായിരുന്നു. ചിറയൻകീഴിൽ UDFിന്റെ BS അനൂപും നെടുമങ്ങാട് UDFിന്റെ PS പ്രശാന്തും രണ്ടാമതെത്തി. ചിറയൻകീഴിലെ വോട്ടിംഗ് ശതമാനം 72.72ഉം നെടുമങ്ങാട് 73.52ഉമായിരുന്നു. വാമനപുരം മണ്ഡലത്തിൽ 10,242 വോട്ടുകൾക്കായിരുന്നു LDFിന്റെ DK മുരളി വിജയിച്ചത്. കഴക്കൂട്ടത്ത് LDFിന്റെ കടകംപള്ളി സുരേന്ദ്രൻ 23,497 വോട്ടുകൾക്കാണ് ജയം നേടിയത്. വാമനപുരത്ത് UDFിന്റെ ആനാട് ജയനും കഴക്കൂട്ടത്ത് NDAയുടെ ശോഭാ സുരേന്ദ്രനുമായിരുന്നു രണ്ടാമത്. വാമനപുരത്തെ പോളിംഗ് ശതമാനം 72.97ഉം കഴക്കൂട്ടത്തേത് 71.03ഉമായിരുന്നു. വട്ടിയൂർക്കാവിൽ LDFിന്റെ VK പ്രശാന്ത് 21,515 വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ കാട്ടാക്കട LDFിന്റെ തന്നെ IB സതീഷിന്റെ ജയം 23,231 വോട്ടുകൾക്കായിരുന്നു. വട്ടിയൂർക്കാവിൽ NDAയുടെ VV രാജേഷും കാട്ടാക്കടയിൽ UDFിന്റെ മലയൻകീഴ് വേണുഗോപാലുമായിരുന്നു രണ്ടാമത്. വട്ടിയൂർക്കാവിൽ 66ഉം കാട്ടാക്കടയിൽ 74.05ഉമായിരുന്നു പോളിംഗ് ശതമാനം. നെയ്യാറ്റിൻകരയിൽ LDFിന്റെ K ആൻസലൻ 14,262 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ കോവളത്ത് UDFിന്റെ M വിൻസെന്റ് 11,562 വോട്ടുകൾക്ക് ജയിച്ചു. നെയ്യാറ്റിൻകരയിൽ UDFിന്റെ R സെൽവരാജും കോവളത്ത് LDFിന്റെ നീലലോഹിതദാസൻ നാടാരും രണ്ടാമതെത്തി. നെയ്യാറ്റിൻകരയിൽ 74.27ഉം കോവളത്ത് 72.54ഉമായിരുന്നു പോളിംഗ് ശതമാനം. അരുവിക്കരയിൽ LDFിന്റെ G സ്റ്റീഫൻ 5,046 വോട്ടുകൾക്ക് UDFിന്റെ ശബരിനാഥനെ പരാജയപ്പെടുത്തിയപ്പോൾ നേമത്ത് V ശിവൻകുട്ടി NDAയുടെ കുമ്മനം രാജശേഖരനെ 3,949 വോട്ടിന് തോൽപ്പിച്ചു. അരുവിക്കരയിൽ 75.16ഉം നേമത്ത് 71.33ഉമായിരുന്നു പോളിംഗ് ശതമാനം. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ LDFിന്റെ ആന്റണി രാജു 7,089 വോട്ടുകൾക്കാണ് UDFിന്റെ VS ശിവകുമാറിനെ പരാജയപ്പെടുത്തിയത്. പാറശാലയിൽ LDFിന്റെ CK ഹരീന്ദ്രൻ 25,828 വോട്ടുകൾക്ക് UDFിന്റെ അൻസജിത റസൽ RKയെ പരാജയപ്പെടുത്തി. തിരുവനന്തപുരം മണ്ഡലത്തിൽ 62.99ഉം പാറശാലയിൽ 74.05ഉമായിരുന്നു പോളിംഗ് ശതമാനം.
തിരുവനന്തപുരത്തെ ജില്ലയിലെ വോട്ടർമാരുടെയും ബൂത്തുകളുടെയും കണക്കുകൾ കൂടി പരിശോധിക്കാം. ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ 25,37,043 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 12,10,240 പുരുഷ വോട്ടർമാരും 13,26,751 സ്ത്രീ വോട്ടർമാരും 52 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത്. 5,214 പ്രവാസി വോട്ടർമാരും ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തിരുവനന്തപുരം ജില്ല സജ്ജമായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ 440 പുതിയ ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 3,173 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണയുള്ളത്. 124 മാതൃകാ ബൂത്തുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ വോട്ടർമാർക്ക് ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും കിടപ്പ് രോഗികൾക്കും ഹോം വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തും. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ആകാശവാണി വാർത്തകളോട്. ഹോം വോട്ടിംഗ് നമ്മുടെ ജില്ലയിൽ സീനിയർ സിറ്റിസൺസ് അതുപോലെ തന്നെ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അവരുടെ വോട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊടുത്ത ഡയറക്ഷൻസ് പ്രകാരം ഈ 2 കാറ്റഗറീസിന്റെ ആൾക്കാരിനെ ഹോം വോട്ടിംഗ് ഉള്ള സൗകര്യം നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഈ 2 കാറ്റഗറീസിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നീട് ഒരു സാർഥി എന്നൊരു ആപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോംസ് ഫോർ ഹോം വോട്ടിംഗ്, പിന്നീട് അതിന്റെ കളക്ഷൻ, പിന്നീട് പോസ്റ്റൽ ബാലറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മോണിറ്റർ ചെയ്യുന്നതിന് ഒരു ആപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ആപ്പിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് എല്ലാ സെക്ടർ ഓഫീസർമാരിനെ IT നോഡൽ ഓഫീസർമാരിനെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ നമ്മുടെ BLOമാർ ഒരു വീട്ടിലേക്ക് പോയിട്ട് 20 ആപ്ലിക്കേഷൻ ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. വരുന്ന 3 ദിവസത്തിന് അകം ഈ ആപ്ലിക്കേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ നമ്മൾ പൂർത്തിയാക്കും. അതിനുശേഷം റിട്ടേണിംഗ് ഓഫീസർമാർ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂവൻസ് ആൻഡ് ഹോം വോട്ടിംഗ് ഉള്ള സജ്ജീകരണം ചെയ്യും. മൊബൈൽ പോളിംഗ് ടീമിന്റെ സഹായത്തോടെയാണ് ഹോം വോട്ടിംഗ് സാധ്യമാക്കുന്നത്. കിടപ്പ് രോഗികളായ 24,000 പേരാണ് ഹോം വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളത്. 5 സംയോജിത ബോർഡർ ചെക്ക് പോസ്റ്റുകൾ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൽ CCTV ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം കന്യാകുമാരി ബോർഡർ അടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നമ്മൾ ഇന്റഗ്രേറ്റഡ് സെക്യൂരിറ്റി ബോർഡർ ചെക്ക് പോസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഈ 5 ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ കൈകാര്യം ചെയ്തിട്ട് അവിടെ ക്യാമറാസ് ഒക്കെ കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 5 ചെക്ക് പോസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, RTO ഉദ്യോഗസ്ഥന്മാർ, എക്സൈസ് ഓഫീഷ്യൽസ് എല്ലാം ഒരുമിച്ച് ഇന്റഗ്രേറ്റഡ് പരിശോധന ഒരു വാച്ച് വിജിൽ ചെയ്യുന്നുണ്ട്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 3 ഫ്ലൈയിംഗ് സ്ക്വാഡ് ടീമുകളെ സജ്ജീകരിച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫേഴ്സ്, GPS ഘടിപ്പിച്ച വാഹനങ്ങൾ തുടങ്ങിയവയും സ്ക്വാഡിലുണ്ടാകും. കൂടാതെ 3 സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തിക്കും. നിയോജക മണ്ഡലങ്ങളിൽ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഒബ്സർവറെയും നിയോഗിച്ചിട്ടുണ്ട്. വരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജില്ലയിൽ എല്ലാ രീതിയിലുള്ള സജ്ജീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച് എടുക്കുമെങ്കിൽ നമ്മുടെ ജില്ലയിൽ 440 പുതിയതായിട്ട് ബൂത്ത്സ് ചേർത്തിട്ട് നമ്മുടെ ബൂത്ത്സിൽ അഷ്യോർഡ് മിനിമം ഫെസിലിറ്റീസ് ഉള്ള സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. കൂടാതെ EVM ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ, റിസീവ് ബാക്ക് ചെയ്യുന്നതിന് ഡിസ്പാച്ച് ആൻഡ് റിസീവിംഗ് സെന്റേഴ്സ്, അതുപോലെ തന്നെ കൗണ്ടിംഗ് ചെയ്യുന്നതിനുള്ള കൗണ്ടിംഗ് സെന്റേഴ്സ്, ആൾക്കാരിനെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ട്രെയിനിങ് സെന്റേഴ്സ്, ഇതെല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് അവിടെ ആക്കിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഫസ്റ്റ് റാൻഡമൈസേഷൻ കൂടി നടക്കുകയാണ്. പിന്നീട് ഇലക്ഷൻസ് ആൻഡ് ട്രെയിനിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സ്, 16 നോഡൽ ഓഫീസർമാർ, പിന്നീട് എല്ലാ AERമാർ, എല്ലാ ആൾക്കാരുടെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പോളിംഗ് ടീംസ് അതുപോലെ തന്നെ ബാക്കി വരുന്ന ഒഫീഷ്യൽസ് സച്ച് ആസ് മൈക്രോ ഒബ്സർവേഴ്സ് അവരുടെ ട്രെയിനിങ് കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ സെക്യൂരിറ്റി ആൻഡ് ലോ ആൻഡ് ഓർഡർ അറേഞ്ച്മെന്റിനെ സംബന്ധിച്ച് നമ്മൾ എടുക്കുമെങ്കിൽ ഡിസ്ട്രിക്ട് പോലീസ് ആൻഡ് ഡിസ്ട്രിക്ട് കളക്ടർ ഒരു വിശദമായിട്ട് പരിശോധന നടത്തിയിട്ട് 298 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ സീജേഴ്സ്, പിന്നീട് വാറന്റ് എക്സിക്യൂഷൻ ആൻഡ് കാപ്പയിനെ സംബന്ധിച്ചുള്ള ഓർഡേഴ്സ് അത് എക്സ്പിഡൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുത്തിട്ട് ആ കാര്യത്തിനെ
കൂടുതൽ നമ്മൾ എക്സ്പെറൈറ്റ് ചെയ്യുകയാണ്. അവസാനമായിട്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെ, എക്സിക്യൂഷനെ, ഇംപ്ലിമെന്റേഷനെ സംബന്ധിച്ചെടുക്കുമെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 9 ഫ്ലൈയിങ് സ്ക്വാഡ് ടീം, 9 സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, ഒരു വീഡിയോ സർവൈലൻസ് ടീം, ഇത് എല്ലാ ടീംസിനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ് കോണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ അവർ ഫീൽഡിൽ പൂർണ്ണമായിട്ട് സജ്ജമായിട്ട് വർക്ക് ചെയ്യുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് സി-വിജിൽ ആപ്പ് വഴി ഫോട്ടോ ഉൾപ്പെടെ പരാതി നൽകുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ ആവശ്യമായ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ 42 ഫ്ലൈയിങ് സ്ക്വാഡ് ടീംസ്, 42 സ്റ്റാറ്റിക് സർവൈലൻസ് ടീംസ്, 14 വീഡിയോ സർവൈലൻസ് ടീംസ്, 15 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്സ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ എല്ലാ ടീംസിനെ ആദ്യം നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ടീംസ് അടുത്ത് വീഡിയോഗ്രാഫി ടീം, ബാക്കി GPS മെഷീൻസ്, വെഹിക്കിൾസ് ഒക്കെ എല്ലാം ക്രമീകരണം ചെയ്തിട്ട് അവർക്ക് സ്ട്രെങ്തൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ജില്ലയിൽ അവർ പ്രവർത്തിക്കുകയാണ്. കൂടാതെ ഡിസ്ട്രിക്ട് തലത്തിൽ ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിനെ നോക്കുന്നതിന്, അതിനെ സംബന്ധിച്ച് ഡിസിഷൻസ് എടുക്കുന്നതിന് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കമ്മിറ്റി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സുവിധാ പോർട്ടലിലെ സിംഗിൾ വിൻഡോ വഴി തിരഞ്ഞെടുപ്പ് റാലികൾക്കും പൊതുയോഗങ്ങൾക്കും ഉച്ചഭാഷിണികൾ, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് അനുമതി വാങ്ങാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെയാണ് നോമിനേഷൻ നൽകുന്നതിനുള്ള സമയം. രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ബാനറുകളിലും പ്രിന്റേഴ്സിന്റെയും പബ്ലിഷേഴ്സിന്റെയും പേര് നിർബന്ധമായും അച്ചടിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. തിരുവനന്തപുരത്ത് വി ശശി വിജയിച്ച ചിറയിൻ കീഴിൽ പുതുമുഖമായ മനോജ് ഇടമനെയാണ് CPIയുടെ സ്ഥാനാർത്ഥി. കോവളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഭഗത് റൂഫസ് മത്സരിക്കും. UDFനായി സിറ്റിംഗ് MLA M. വിൻസെന്റ് ജനവിധി തേടും. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആന്റണി രാജുവിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നതോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങി. CMPയുടെ CP ജോണിന്റെ പേരാണ് UDFൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. SC മണ്ഡലമായ ആറ്റിങ്ങലിൽ ഇടതുപക്ഷത്തിനായി OS അംബികയും NDAയ്ക്കായി P. സുധീറും രംഗത്തിറങ്ങും. NDAയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന്റെ ആത്മവിശ്വാസം BJPക്ക് കരുത്തു നൽകുന്നു. സംസ്ഥാന നിയമസഭയിൽ പാർട്ടി ആദ്യം തുറന്ന നിയമത്തെ അക്കൌണ്ട് വീണ്ടും തുറക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ മത്സരരംഗത്തിറക്കിയിട്ടുണ്ട്. മന്ത്രിയും സിറ്റിംഗ് MLAയുമായ V. ശിവൻകുട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. വട്ടിയൂർക്കാവിൽ NDAയ്ക്കായി R. ശ്രീലേഖയും UDFനായി K. മുരളീധരനും LDFനായി VK. പ്രശാന്തും മത്സരരംഗത്തുണ്ട്. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനും ഇടതുമുന്നണിയുടെ സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രനും തമ്മിലാണ് മത്സരം. UDF ഇവിടെ ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. നെടുമങ്ങാട് സിറ്റിംഗ് MLAയും ഭക്ഷ്യമന്ത്രിയുമായ GR അനിലാണ് CPIയുടെ സ്ഥാനാർത്ഥി. BJPക്കായി യുവരാജ് ഗോകുൽ മത്സരരംഗത്തുണ്ട്. പാറശാലയിൽ LDF സിറ്റിംഗ് MLA CK. ഹരീന്ദ്രനും NDAയുടെ ഗിരീഷ് നെയ്യാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. കാട്ടാക്കടയിൽ LDFന്റെ സിറ്റിംഗ് MLA IB സതീഷും NDAയുടെ PK. കൃഷ്ണദാസും നിലവിൽ മത്സരരംഗത്തുണ്ട്. വാമനപുരം, വർക്കല, അരുവിക്കര, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ DK. മുരളി, V. ജോയ്, G. സ്റ്റീഫൻ, K. അൻസലൻ എന്നിവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. 4 പേരും സിറ്റിംഗ് MLAമാരാണ്. വേനൽ ചൂടിനൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ പ്രചാരണ ചൂടും സജീവമായി കഴിഞ്ഞു. മുന്നണി സമവാക്യങ്ങൾ മാറിമറിയുമ്പോൾ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം. നിങ്ങൾ കേട്ടത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് രജു കോലിയക്കോട്, കൃഷ്ണ പ്രകൃതി.